വ്യക്തിഹത്യയിൽ പതറില്ലെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജ. വ്യാജ ID ഉണ്ടാക്കി തെറിവിളി നടത്തി പിന്നീട് ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് ബന്ധപ്പെട്ടവർ തടയുന്നില്ലെന്നും എത്ര നുണ പ്രചരിപ്പിച്ചാലും വടകരയിലെ ജനത്തിന് തന്നെ അറിയാമെന്നും കെ ശൈലജ പറഞ്ഞു. ഞാനത് സഹികെട്ടിട്ട് പറഞ്ഞു പോയതാണ്. ഞാനത് നെഗ്ലക്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ആദ്യം അവഗണിച്ചേക്കാം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം. പക്ഷേ സഹിക്കാവുന്നതിനൊരു പരിമിതിയില്ലേ കൂട്ടരെ. വീഡിയോ എവിടെ ചോദിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. എൻ്റെ പത്രസമ്മേളനം കേട്ടോളൂ. ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാണ്. വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല ഒട്ടിച്ചിട്ട് വികൃതമായി കൊടുത്തിട്ടുണ്ടെന്നാണ്. ആരാ ഈ മനോരോഗികൾ? മുമ്പൊക്കെ ചിലപ്പോൾ ചിലതെല്ലാം ഭരിച്ചിട്ടുണ്ടാവണം. അതായിരിക്കും നല്ല ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവുക. എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. അത് യാതൊരു പ്രശ്നവുമില്ല. വ്യക്തിഹത്യ ആരോപണം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ആരോപണം തെരഞ്ഞെടുപ്പ് അജണ്ടയാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. ശരിക്കും ഒരു നോൺ ഇഷ്യൂ ആക്കുക. ഞങ്ങൾക്കാരും ഈ വ്യക്തിഹത്യയിൽ വിശ്വാസമുള്ളവർ അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നിൽക്കുന്ന ഒരാളല്ല. അങ്ങനെ ഒരു വ്യക്തിഹത്യ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഉണ്ടാക്കുന്നത് എപ്പോഴും എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ളൂ. അപ്പം ഞങ്ങൾക്കത് ഓൺ ചെയ്ത് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം അതിനകത്ത് വരുന്നില്ല. പക്ഷെ അതെന്ന് വെച്ചാൽ ഒരു റിവേഴ്സ് എഫക്റ്റാണ് അതിനുണ്ടായതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ജനങ്ങളിടയിൽ അതിൽ എനിക്ക് പങ്കുണ്ടെന്നും കൂടെ വ്യക്തിപരമായി പറയുന്നതോടുകൂടി വ്യക്തിഹത്യക്ക് എതിരെ പറയുന്നതിനപ്പുറത്തേക്ക് കാൻഡിഡേറ്റിനെ ഉന്നം വെച്ച് പറയാന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ആളുകൾ റീഡ് ചെയ്തു എന്നുള്ളതാണ്. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, വ്യക്തിഹത്യയിൽ ഇന്ന് കെ ശൈലജ ഒരിക്കൽ കൂടി പ്രതികരിക്കുന്നു. അതിൽ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ഇത് തള്ളിപ്പറയുന്നില്ല? സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണോ എന്ന ആരോപണം തുടക്കം മുതൽ തന്നെ കെ ശൈലജ ഉന്നയിച്ചിരുന്നു. അതിനുള്ള കൃത്യമായ മറുപടിയാണോ ഷാഫി പറമ്പിൽ നൽകിയത്? അനുജ, തീർച്ചയായും ഷാഫി ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട് തനിക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല, തൻ്റെ അറിവോടെയല്ല ഇക്കാര്യങ്ങളെല്ലാം നടന്നത്. തൻ്റെ പേര് വലിച്ചിഴച്ചതിൽ താനാണ് നിയമ നടപടി സ്വീകരിക്കേണ്ടത്. അത്തരം നിയമ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം, വ്യക്തിഹത്യാ ആരോപണം, ഒരു തരത്തിൽ പോലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. അത് ഒരു ഇലക്ഷൻ അജണ്ട മാത്രമാണ് എന്നാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറയുന്നത്. ശൈലജ ടീച്ചർ ആവട്ടെ ഒന്നുകൂടി ഇന്ന് ആരോപണം കടുപ്പിക്കുന്നുണ്ട്. വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി തെറി വിളിച്ച് അതിനുശേഷം ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നു. ഇതിനു വേണ്ടി മാത്രം ഒരു കൂട്ടർ പ്രവർത്തിക്കുന്നു എന്ന ഒരു ഗുരുതര ആരോപണമാണ് കെ ശൈലജ ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരം ആരോപണങ്ങളിൽ ഒന്നും താൻ പതറില്ല. സഹികെട്ടാണ് അന്നൊരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. വടകരയിലെ ജനത്തിന് തന്നെ അറിയാം. അവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ഒന്നും തന്നെ തൻ്റെ ഏതെങ്കിലും രീതിയിൽ തനിക്ക് അല്ലെങ്കിൽ തൻ്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒന്നും അവർ ഇതാക്കുന്നില്ല. കാരണം വടകരയിലെ ജനത്തിന് കെ ശൈലജ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്തുള്ള തൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ, ഇപ്പോൾ വടകരയിൽ എത്തിയത് മുതലുള്ള പ്രവർത്തനം ഉൾപ്പെടെ അത് ജനത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തിഹത്യ എന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ എതിർപക്ഷം UDF നടത്തുന്ന ഒരു പ്രചാരണവും തനിക്ക് നേരെ വിലപ്പോകില്ല എന്ന് ഒന്നുകൂടി കെ ശൈലജ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ പറയുന്ന ഒരു കാര്യം, ആദ്യഘട്ടം മുതൽ ശൈലജ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, വീഡിയോ ഉണ്ടായിരുന്നു എന്ന ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോ എന്താണ്, അത് പുറത്തുവിടണം എന്നായിരുന്നു UDF നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ശൈലജ ടീച്ചർ പറഞ്ഞത് അത്തരം ഒരു വീഡിയോന്റെ പറ്റിയല്ല താൻ പറഞ്ഞത്, തൻ്റെ ചിത്രം മോർഫ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കുന്നു, അത്തരം പ്രചരിപ്പിക്കുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞതെന്ന് പറയുന്നു. ഇതിനും ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇല്ല എന്ന് ടീച്ചർ പറഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. വ്യക്തിഹത്യയിലാണ് കെ ശൈലജയും ഷാഫി പറമ്പിലും ഇന്ന് പ്രതികരിച്ചത്.